എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ്. എന്തായാലും അൺമാസ്കിങ്ങിൻ്റെ ഒരു യുഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ അൺമാസ്കിങ്, മാസ്കുകൾ, മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു കാലത്തിലേക്ക് അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാമ്പിളുകൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. കൂടെ നിന്നവർ തന്നെ അവരെ അൺമാസ്ക് ചെയ്തുകൊണ്ട്, അത് ഫാമിലി എന്നല്ല, ഫ്രണ്ട്സ് എന്നല്ല, ഏതൊക്കെ തരത്തിലായാലും ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ എല്ലാം യഥാർത്ഥ സ്വഭാവങ്ങളും മുഖം മൂടികൾ അഴിഞ്ഞ് വീണ് സമൂഹത്തിൻ്റെ മുന്നിൽ യഥാർത്ഥ മര്യാദകളും പുറത്തു വരുന്ന ഒരു നിമിഷത്തിലാണ്. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിളുണ്ട്. ഒന്ന് തൊപ്പിയുടെ കേസാണ്. തൊപ്പി ഇപ്പോൾ അറസ്റ്റിൽ, ആ ഒരു രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസ്. മറ്റൊന്ന് അതിനു മുമ്പ് പ്രവീൺ പ്രണവ്, അവർക്ക് സംഭവിച്ച ചില കാര്യങ്ങളും പിന്നീട് അത് അവർ അനുഭവിച്ച സൈബർ ബുള്ളിങ്ങും ആ വീട്ടിനകത്തും കുടുംബത്തിനകത്തും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോഴിതാ ആ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു ഫാമിലിയാണ് KL ബ്രോ റിജു ഋത്തിക്. ഈ ഒരു കാര്യം എടുത്തു പറയാനുള്ള കാരണം, കൂടെ ഉണ്ടായിരുന്ന അക്ഷയ്, അവർ തന്നെ പറയുന്നുണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, എല്ലാം സോൾവ് ആണ്, ഓക്കെ. എന്നാൽ അക്ഷയ് ഈ ഇടയ്ക്ക് പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായി. ആ ചാനലിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ചാരിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോകളും നല്ല നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള നോട്ട്സ് ഓരോ വീഡിയോകളിലൂടെയും അക്ഷയ് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അക്ഷയ് എന്താണോ വീഡിയോകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും കമൻറ്റ് വഴി വളരെയധികം നെഗറ്റീവായിട്ട്, അതായത് വീഡിയോ വഴി എന്താണോ അക്ഷയ് പറയാൻ ശ്രമിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് KL ബ്രോ റിജു ഋത്തിക്, ആ ഒരു ഫാമിലി ബിജുവായിട്ടും അക്ഷയുമായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ വീണ്ടും ശ്രമിക്കുന്ന ഒരു കൂട്ടം കമൻറ്റ് തൊഴിലാളികളെ കാണുകയുണ്ടായി. സോ അതിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നിടത്ത് അങ്ങോട്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അത്തരം ഒരു ആസ്വാദക കൂട്ടം നമ്മുടെ ഇടയിൽ കൂടി വരികയാണ്. അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഇനി പ്രശ്നങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് അക്ഷയ് പറയുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണ് സംഭവിക്കുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫാമിലിയിൽ നടന്നൊരു കാര്യത്തെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴോ സംഭവിച്ച ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് വീണ്ടും വേട്ടയാടുന്ന ചില ആസ്വാദകർ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ്, അത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു ചാനലിന് ആവശ്യമില്ല. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ആ ചാനലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അക്ഷയുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നോക്കിയാൽ അറിയാം, അത്തരത്തിലില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സമൂഹം. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ പറയാനുള്ളത്. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. കൂടുതൽ രസകരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മറ്റ് രസകരമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. തൽക്കാലം നിർത്തുന്നു.